+2 ഇംഗ്ലീഷിലെ അമീഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് പി തോമസ് എഴുതിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Antonio Cruz and Felix Vargas were both 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing up on the Lower East Side of Manhattan in the same building. അപ്പോൾ ആൻറ്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ് അവർ രണ്ടുപേരാണ് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അവർക്ക് രണ്ടുപേർക്കും 17 വയസ്സുണ്ട്. ഇവർ വളരെ തിക്ക് ഫ്രണ്ട്സാണ്. അതായത് ബ്രദേഴ്സിനെ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലുള്ള തിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരാണ് ഈ ആൻറ്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും. ഇവർ ജനിച്ചതും വളർന്നതുമൊക്കെ ലോവർ ഈസ്റ്റ് സൈഡ്, മാൻഹാട്ടൻ്റെ ലോവർ ഈസ്റ്റ് സൈഡിലാണ്. ആൻറ്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. അപ്പോൾ ആൻറ്റോണിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ അത്യാവശ്യം വെളുത്ത നിറമുള്ള മെലിഞ്ഞ ഒരു ലാങ്കി ആയ ഒരു മനുഷ്യനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. ഫെലിക്സ് എന്ന് പറയുമ്പോൾ ഡാർക്കായിരുന്നു, ബ്ലാക്ക് കളറായിരുന്നു, ഷോർട്ടാണ്, അതുപോലെ തന്നെ വളരെ ഹസ്കി ആണ് ഫെലിക്സ്. ആൻറ്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ് വെൽ ഫെലിക്സ് ഓർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ അഫ്രോ സ്റ്റൈൽ. ഇപ്പോൾ ആൻറ്റോണിയോയുടെ തലമുടിയെ സംബന്ധിച്ചിടത്തോളം അത് മുഖത്ത് അല്ലെങ്കിൽ കണ്ണിന് മേളിൽ കൂടെയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ ഫെലിക്സിൻ്റെ പഴയ ടിപ്പിക്കൽ ആഫ്രിക്കൻ സ്റ്റൈലിലായിരുന്നു ഫെലിക്സിൻ്റെ ഹെയർ സ്റ്റൈൽ. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സം ഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ അവരുടെ രണ്ടുപേരും ഡ്രീം എന്ന് പറയുന്നത് ഒരു ദിവസം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക, വേൾഡിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക, ബോക്സിംഗ് ചാമ്പ്യൻ ആകുക. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, sometimes at the boys' club and sometimes at the gym. Early morning sunrises would find them running along the East River Drive, wrapped in sweatshirt and short towels around their necks. While some youngsters were into the street, the negatives, Antonio and Felix slept, ate, rapped, and drummed positive. Between them, they had a collection of fight magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. അപ്പോൾ എല്ലാ ചാൻസും അവർ യൂട്ടിലൈസ് ചെയ്ത് അവരെല്ലാം പെർഫെക്റ്റായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. ചില സമയത്ത് ബോയ്സ് ക്ലബ്ബിൽ അല്ലെങ്കിൽ ചില സമയത്ത് ജിമ്മിൽ, അങ്ങനെയായിരുന്നു അവരുടെ വർക്കൗട്ടൊക്കെ. രാവിലെ തന്നെ അവർ എണീച്ച് ഓടാനൊക്കെ പോകും. ഈസ്റ്റ് റിവർ ഡ്രൈവിൽ കൂടെയൊക്കെ ഓടാൻ പോകും. ഈ കുട്ടികൾ പലരും നെഗറ്റീവ് ഹാബിറ്റിലേക്ക് പോയപ്പോഴും ആൻറ്റോണിയോ ഫെലിക്സും എപ്പോഴും കിടക്കുന്നതും കഴിക്കുന്നതും എല്ലാം പോസിറ്റീവ് അപ്രോച്ചോടുകൂടിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഫൈറ്റ് മാഗസിൻ്റെ ഒരുപാട് കളക്ഷനുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്രാപ്പ് ബുക്കിൽ ഈ അവർ പങ്കെടുത്ത അല്ലെങ്കിൽ അവർ കണ്ട ബോക്സിംഗ് മാച്ചസിൻ്റെയൊക്കെ ടോൺ ടിക്കറ്റ്സൊക്കെ ഉണ്ട്. Now after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away, the winner to represent boys club in the Golden Gloves Championship tournament. അപ്പോൾ ഇവർ രണ്ടൊരു ടൂർണമെൻറ്റിന് അല്ലെങ്കിൽ വേണ്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ മത്സരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, എലിമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞ് ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഡിവിഷൻ ചാമ്പ്യന്മാരുടെ തീരുമാനിക്കുന്ന ഫൈനലിൽ ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരിക്കുന്നത്. അതിൻ്റെ മത്സരം നടക്കുന്നത് 7th ഓഗസ്റ്റാണ്. 2 ആഴ്ചയും കൂടി അതിന് ടൈമുള്ളൂ. അപ്പോൾ അതിൽ ജയിക്കുന്ന ആളാണ് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്. The two boys continued to run together along the East Drive, but even when joking with each other, they both sensed a wall rising between them. അപ്പോൾ അവർ പഴയതുപോലെ തന്നെ ഈസ്റ്റ് ഡ്രൈവിൽ കൂടി ഓടാനൊക്കെ പോയി തുടങ്ങി. പക്ഷേ ഈ ഓടുന്ന സമയത്ത് അവർ ജോക്ക് പറയുമ്പോൾ പോലും അവർക്കിടയിൽ ഒരു സെപ്പറേഷൻ അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. One morning, less than a week before their bout, they met as usual for their daily workout. Antonio glanced at Felix, who kept his eyes purposely straight ahead, pausing from time to time to do some fancy leg work while throwing one's twos, followed by uppercuts to an imaginary jaw. After a mile or so, Felix answered, "Let's stop a while, bro. I think we got something to say each other." അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ആൻറ്റോണിയും ഫെലിക്സിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫെലിക്സും അതേപോലെ ഈ ആൻറ്റോണിയെ നോക്കണം, എന്തൊക്കെ സംസാരിക്കണമെന്നുള്ള അതിലിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ഒരു ഇമാജിനറി ജോ അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് റിങ്ങിൽ ഒരാളെ നേരിടുന്ന കണക്ക് ഈ 1s and 2s കളിച്ച് അങ്ങനെ നേരിടുകയാണ്. ഈ സമയത്ത് ആൻറ്റോണിയോ പറയുകയാണ്,
ഫെലിക്സ് പറയുകയാണ്, ഒന്ന് നിർത്തു, നമുക്ക് എന്തോ പരസ്പരം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. ആൻ്റോണിയോ ഹെൽപ്ഡ്. ഇറ്റ്സ് അബൌട്ട് അവർ ഫൈറ്റ് റൈറ്റ്. ഫെലിക്സ് ബാക്കി പറയുകയാണ്, എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആൻ്റോണിയോ ചോദിക്കുകയാണ്, നമ്മുടെ ഫൈറ്റിനെ പറ്റിയല്ലേ? അതെ. യാ റൈറ്റ്. ഫെലിക്സ് ഐ സ്ക്വിൻറ്റഡ് അറ്റ് ദ റൈസിംഗ് ഓറഞ്ച് സൺ. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഇറ്റ് ടു. ഇൻ ഫാക്ട് സിൻസ് വി ഫൗണ്ട് ഇറ്റ് was going to be me and you. I have been awake at night pulling punches on you, trying not to hurt you. അപ്പോൾ ഫെലിക്സും സമ്മതിക്കുക, അത് എൻ്റെ കാര്യം. എന്താ, ഞാൻ നീ തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് രാത്രികളിലൊന്നും ഉറക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെ ഞാൻ പഞ്ചസൊക്കെ അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെയിം ഹിയർ. ഇറ്റ് ഈസ് നാച്ചുറൽ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ ഫൈറ്റ്. ഐ മീൻ വി ബോത്ത് ആർ ഫൈറ്റേഴ്സ് ആൻഡ് വി ബോത്ത് വാണ്ട് ടു വിൻ, but only one of us can win. There are no draws in the elimination. അപ്പോൾ ആൻ്റോണിയോ പറയാം, അത് തന്നെ ഇവിടെ എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. എന്താ, നമ്മൾ രണ്ടുപേരും ഫൈറ്റേഴ്സാണ്, നമുക്ക് രണ്ടുപേർക്കും ജയിക്കണം, പക്ഷേ ഒരാൾക്കും അത്രേ ജയിക്കാൻ പറ്റുള്ളൂ. എലിമിനേഷൻ റൗണ്ടിൽ ഡ്രോ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഫെലിക്സ് ടാപ്ഡ് ആൻ്റോണിയോ ജെൻ്റ്ലി ഓൺ ദ ഷോൾഡർ. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ ആം ബ്രാഗിങ് ബ്രോ, ബട്ട് ഐ വാണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. ഇപ്പോൾ ഫെലിക്സ് ആൻ്റോണിയോ ഒന്ന് പതുക്കെ ഷോൾഡറിൽ തട്ടിയിട്ട് പറയുകയാണ്, നീ എന്നെക്കുറിച്ചൊന്നും വിചാരിക്കരുത്, എന്തായാലും എനിക്ക് ജയിക്കണം, എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഫെലിക്സ് സംസാരിച്ചത്. ആൻ്റോണിയോ നോഡഡ് ക്വിക്ക്ലി. യാ, വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദ ബെറ്റർ മാൻ വിൻസ്. ഇറ്റ്സ് ഫെയർ ടോണി. വെൻ വി ഗെറ്റ് ഇൻ ടു ദ റിംഗ് ഇറ്റ്സ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് that want the same thing and only one can have it. You understand? അപ്പോൾ ആൻ്റോണി പറയുകയാണ്, അത് തന്നെയാണ്. എന്താ, റിങ്ങിൽ കാണുമ്പോൾ നമ്മൾ പരസ്പരം ഒരു പരിചയവും കാണിക്കരുത്, നമ്മൾ രണ്ടുപേരും ഒരു സ്ട്രേഞ്ചേഴ്സാണ്, നമുക്ക് ഒരേ കാര്യം വേണം, പക്ഷേ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അത് മനസ്സിലായോ? അങ്ങനെ വേണം മത്സരിക്കാൻ. ഐ നോ. ടോണി സ്മൈൽഡ്. നോ പുള്ളിങ് പഞ്ചസ്, വി ഗോ ഓൾ ദ വേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്താ ഇനി പുള്ളിങ് പഞ്ചസ് ഒന്നുമില്ല, നേരിട്ട് തന്നെ ഫൈറ്റ്. Yeah, that's right. Listen, Tony. Don't you think it's a good idea if we don't see each other until the day of fight? I'm going to stay with my Aunt Lucy in Bronx. അപ്പോൾ അടുത്ത ചോദിക്കുകയാണ്, എന്താ, നമ്മൾ രണ്ടുപേരും പരസ്പരം കാണാതിരിക്കുന്ന ഫൈറ്റിൻ്റെ ദിവസം വരെ പരസ്പരം കാണാതിരിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലതെന്ന് ചോദിച്ചിട്ട് അയാൾ പറയുകയാണ്, ഞാൻ പോകുന്നു, ബ്രോങ്സിലുള്ള എൻ്റെ ആൻറ്റായ ലൂസിയുടെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. Tony scratched his nose pensively. Yeah, it would be better for our hearts. He held out his hand, palm upwards. Deal. അപ്പോൾ ആൻ്റോണിയോ പറയുകയാണ്, എന്താ, അത് തന്നെയാണ് നല്ലത് എന്ന് ചോദിച്ച് ഡീൽ എന്നൊക്കെ സമ്മതിച്ച് അവിടെ നിൽക്കുകയാണ്. ഡീൽ. ഫെലിക്സ് ലൈറ്റ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. റെഡി ഫോർ സം മോർ റണ്ണിങ്? ടോണി ആസ്ക്ഡ് ലെയിംലി. അപ്പോൾ അത് കഴിഞ്ഞ് ആൻ്റോണി ചോദിക്കുകയാണ്, ടോണി ഉദ്ദേശിക്കുന്നത് ആൻ്റോണിയാണ്. ആൻ്റോണി ചോദിക്കുകയാണ്, നമുക്കിനി കുറച്ചുകൂടെ ഓടിയാലോ? നോ ബ്രോ, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ. യു ഗോ ഓൺ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗദർ ഇൻ മൈ ഹെഡ്. അപ്പോൾ ഫെലിക്സ് പറയാണ്, വേണ്ട, നീ ഓടിക്കോളൂ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയാണ്. യു ആർ ഇൻറ്റ് വറീഡ്, ആർ യു? Tony asked. No way, man. Felix laughed out loud. I just think it's cooler if we split right here. After the fight, we can get it together again like nothing ever happened. അപ്പോൾ ഫെലിക്സ് ആൻ്റോണിയോ വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് എന്തെങ്കിലും വറി അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്താ, നമുക്ക് നമുക്ക് സ്പ്ലിറ്റായിട്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ ആവാം എന്നാണ് പറയുന്നത്. The Amigo brothers were not ashamed to hug each other tightly. The evening before the big fight, Tony made his way to the roof of his building. In the quiet early dark, he peered over the ledge. He tried not to think of Felix, feeling he had succeeded in psyching his mind, but only in the ring would he really know. To spare Felix hurt, he would have to knock him out early and quick. അപ്പോൾ എന്താ, ഫൈറ്റ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ടോണി അവൻ്റെ ബിൽഡിങ്ങിൻ്റെ റൂഫിൽ കയറി നിന്നിട്ട് ഡാർക്ക്നെസ് ഇന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. എന്താ, ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കരുത്, എന്താ അവന് വേണ്ടത്, കയറിയ ഉടനെ തന്നെ ഫെലിക്സിനെ നോക്കൗട്ട് ചെയ്ത് പുറത്താക്കണം. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his fist. The flick was The Champion with
Kirk Douglas. The champion was getting beaten. Felix felt a shock. He saw himself in the ring, blasting Antonio against the ropes. അപ്പോൾ ഇപ്പുറത്തെ സൗത്ത് ബ്രോങ്സിൽ ഫെലിക്സ് എന്താ ചെയ്തത്, ആൻറ്റോണിയോയുടെ മറക്കാൻ വേണ്ടിയിട്ട്, ആ ഫൈറ്റിന് മറക്കാൻ വേണ്ടിയിട്ട് ഒരു മൂവിക്കൊക്കെ പോയി. മൂവിയുടെ പേരെന്ന് വെച്ചാൽ ദ ചാമ്പ്യൻ എന്ന മൂവിയാണ്. അപ്പോൾ ചാമ്പ്യനിൽ ഫെലിക്സിനെ തന്നെയാണ് കണ്ടത്. അതായത് ആൻറ്റോണിയോയെ ആ റിങ്ങിൻ്റെ ചേർത്ത് വെച്ച് ഇടിക്കുന്നതായിട്ടാണ് കണ്ടത്. He walked up some dark streets, deserted except for small pockets of weary looking kids wearing gang colors. Walking the street had not relaxed him, neither had the fight flick. All it had done was to stir him up. He let himself quietly into his and Lucy's apartment and went straight to bed. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവൻ വീണ്ടും സ്ട്രേറ്റിലൂടെ ഇറങ്ങി നടന്നെങ്കിലും അതൊന്നും അവനെ കാം ഡൗൺ ആക്കിയില്ല. അവസാനം അവൻ ആൻഡ് ലൂസിയുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ നേരെ പോയി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. Antonio was passing some heavy time on his right rooftop. He would fight tomorrow, affect his relationship with Felix. After all, fighting was like any other profession. Friendship had nothing to do with it. But a gnawing doubt crept in. He cut negative things really quick by doing some speedy fancy dance steps. Felix, his amigo brother, was not going to be Felix at all in the ring, just an opponent with another face. Antonio went to sleep like his friend. He prayed for victory via a quick clean knockout in the first round. അപ്പോൾ ആൻറ്റോണിയോയ്ക്ക് കുറച്ച് ടഫ് ടൈംസ് ആയിരുന്നു ആ റൂഫ് ടോപ്പിൽ. അവൻ ഫെലിക്സിനെ കുറിച്ച് ആ ഫൈറ്റ് ഫെലിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്നൊക്കെ അവൻ ചിന്തിച്ചു. അവസാനം തീരുമാനിക്കുകയാണ്, ഫെലിക്സ് എന്ന് പറയുന്നത് ഒരു ഒപ്പോണൻ്റാണ്, ബോക്സിങ്ങിലും ഫ്രണ്ട്ഷിപ്പിലൊന്നും ചെയ്യാനില്ല. ഇതെന്ന് പറയുന്ന ഫെലിക്സ് എന്ന് പറയുന്ന ആൾ അവൻ്റെ ഒപ്പോണൻ്റ് മാത്രമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, വിജയിക്കണം, ഫെലിക്സിനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നോക്കൗട്ട് ചെയ്യണം. Large posters plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. The fight had created great interest in the neighborhood. Antonio and Felix were well liked and respected. Each had his own loyal following. അപ്പോൾ ലോക്കൽ ഷോപ്പിലൊക്കെ ഈ പോസ്റ്റേഴ്സ് ഉയർന്നു. അതായത് ആൻറ്റോണിയോ ക്രൂസ് ഫെലിക്സ് വർഗാസ് തമ്മിലുള്ള ഫൈറ്റിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഉണർന്നു. പിന്നെ നെയ്ബർഹുഡിൽ, ചുറ്റുപാടിലൊക്കെ ഈ ഫൈറ്റിനെ കുറച്ച് അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫെലിക്സിനായാലും ആൻറ്റോണിയോയ്ക്കായാലും അവരുടേതായ ലോയൽ ഫോളോവിങ്സ് ഒക്കെ ഉണ്ട്. ദ ഫൈറ്റ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ടോംകിൻസ് സ്ക്വയർ പാർക്ക്. ദ മോർണിംഗ് ഓഫ് ദ ഫൈറ്റ്, ടോംകിൻസ് സ്ക്വയർ വാസ് എ beehive of activity with numerous workers setting up the ring, the seats and the guest speakers stand. The scheduled bouts began shortly after noon and the park had begun filling up even earlier. ഇപ്പോൾ ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്ക് എന്ന് പറയുന്ന ഫൈറ്റ് ബോക്സിംഗ് സ്റ്റേഡിയത്തിലാണ്. ആ സമയത്ത് അവിടെ ഒരു ബീഹൈവ് കണക്കായിട്ടുണ്ടായിരുന്നു. അതായത് വർക്കേഴ്സൊക്കെ വന്ന് സീറ്റ് അറേഞ്ച് ചെയ്യുന്നു, റിംഗ് അറേഞ്ച് ചെയ്യുന്നു, ഗസ്റ്റിൻ്റെ സ്പീക്കേഴ്സ് സ്റ്റാൻഡൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഈ പാർക്ക് നിറയാൻ ആരംഭിച്ചു. ദ വെയിറ്റിംഗ് ടൈം വാസ് ഓവർ. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ഫ്രം ദ ക്ലാസ് റൂം ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ് ടീ-ഷർട്ട്സ്. ആൻറ്റോണി വാസ് എസ്കോർട്ട് ഡൗൺ എ ഡിഫറൻറ്റ് സ്റ്റെയർവെൽ ആൻഡ് ഗൈഡഡ് ത്രൂ എ റോപ്ഡ് ഓഫ് പാത്ത്. അപ്പോൾ വെയിറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് ഫെലിക്സ് ഏകദേശം ഒരു 10-12 പേരുടെ സഹായത്തോടു കൂടി എസ്കോർട്ടോടു കൂടി പുറത്തേക്ക് വന്നു. ആൻറ്റോണിയോ അതുപോലെ തന്നെ പുറത്തേക്ക് വന്നു. As the two climbed into the ring, the crowd exploded with a roar. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. അപ്പോൾ അവർ രണ്ടുപേരും റിങ്ങിനകത്ത് കയറി. ഈ സമയത്ത് വലിയ ഒരു ജനപിന്തുണയാണ് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പോൾ ആദ്യം ഗ്രേസ്ഫുള്ളായിട്ട് അവർ രണ്ടുപേരും ബോവൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ആംസൊക്കെ വീവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. Antonio tried to be cool. He turned slowly to meet Felix's eyes, looking directly into his. Felix nodded his head and Antonio responded. അപ്പോൾ ആൻറ്റോണിയോ കുറച്ച് സമാധാനപ്പെടാനൊക്കെ വിചാരിച്ചു. എന്നിട്ട് എന്താണ് പതുക്കെ ഫെലിക്സിൻ്റെ കണ്ണിലേക്ക് നോക്കി. ഫെലിക്സ് അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഫെലിക്സ് ഒന്ന് നോഡ് ചെയ്തു, തലയെ കുലുക്കി. ആൻറ്റോണിയോ അതുപോലെ തന്നെ ചെയ്തു. ബോങ് ബോങ് ബോങ്. The roar turned to stillness. Ladies and gentlemen, the announcer spoke slowly. Now is the moment we have all been waiting for. The main event between the two fine young Puerto Rican fighters in this corner, weighing 134 pounds, Felix Vargas, and in this corner, weighing 133 pounds, Antonio Cruz. The winner will represent the boys club in the tournament of champions, or the golden gloves. There will be no draw. May the best man win.
അപ്പോൾ അനൗൺസർ അനൗൺസ് ചെയ്യാം എന്താ ഇത്രയും നേരം നിങ്ങൾ കാത്തിരുന്ന 2 ഫൈൻ യങ് പ്രോട്ടോറിക്കൻ ഫൈറ്റേഴ്സായ 136 പൗണ്ട് വെയിറ്റുള്ള ഫെലിക്സ് ഓർഗാസിൻ്റെ 131 വെയിറ്റുള്ള ആൻ്റോണിയോ ക്രോസിൻ്റെ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ഈ ഫൈറ്റിൽ ജയിക്കുന്നവർ എന്ത് ചെയ്യും, ഗോൾഡൻ ഗ്ലോവ്സിൽ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. ഇവിടെ ഡ്രോ ഒന്നുമില്ല, ബെസ്റ്റ് അയാൾ ജയിക്കട്ടെ. The cheering of the crowd shook the window panes of the old building surroundings Tompkins Square Park. At the center of the ring, the referee was giving instructions to the youngsters. Keep your punches up, no low blows, no punches on the back of the head. Keep your head up, understand? Let's have a clean fight. Now shake hands and come out fighting. അപ്പോൾ ഈ ക്രൗഡിൻ്റെ ഈ എന്താ ചിയറിങ് കാരണം ഈ വിൻഡോ പെയിൻസ് അല്ലെങ്കിൽ ഈ ജനൽസിലൊക്കെ ഇങ്ങനെ ആടി വിളിയാനായിട്ട് തോന്നി. അതിനായിട്ട് റെഫറി വന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എന്താ പഞ്ചസ് അപ്പായിട്ട് വെക്കണം, അല്ലാതെ ലോ ബ്ലോസ് അല്ലെങ്കിൽ താഴത്തേക്ക് ഇടികൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, പിന്നെ തലയുടെ ബാക്കിലൊന്നും ഫൈറ്റിംഗ് ഇല്ല, ക്ലീൻ ഫൈറ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ബോത്ത് യങ്സ്റ്റേഴ്സ് ടച്ച് ഗ്ലൗസ് ആൻഡ് നോഡഡ്, ദേ ടോൺഡ് ആൻഡ് ഡാൻസ് ക്വിക്ക്ലി ടു ദെയർ കോർണേഴ്സ്. അപ്പോൾ അവർ രണ്ടുപേരും ഗ്ലൗസൊക്കെ വെച്ച് ടച്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ട് 2 കോർണേഴ്സിലേക്ക് പോകുന്നുണ്ട്. Bong bong, round 1. Felix and Antonio turned and faced each other squarely in a fighting pose. Felix wasted no time. He came in fast, head low, half hunched towards the right shoulder and lashed out with a straight left. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix head back, sending a mild shock coursing through him. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. ഇപ്പോൾ രണ്ടുപേരും റൗണ്ട് 1 തുടങ്ങി, രണ്ടുപേരും ഫൈറ്റിംഗ് പൊസിഷനിലേക്ക് വന്നു. ആദ്യം തന്നെ ഫെലിക്സ് പാഞ്ഞ് വന്നിട്ട് ആൻ്റോണിയോ ഒരു ലെഫ്റ്റ് പഞ്ച് കൊടുക്കാൻ നോക്കി. ആൻ്റോണിയോ ഒഴിഞ്ഞു മാറി എന്ത് ചെയ്തു, 3 ലെഫ്റ്റ് പഞ്ച് തിരിച്ച് ഫെലിക്സിനെ അടിച്ചു. ഈ സമയത്ത് ഫെലിക്സിന് എന്ന് വെച്ചാൽ ഒരു ഷോക്ക് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു സമാധാനമായി, കാരണം അപ്പോൾ അവൻ ഉറപ്പായി ഈ ഫൈറ്റ് അവരെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നുള്ള അവൻ്റെ പേടി വെറുതെയാണ്. Antonio's left hand was like a piston pumping jabs, one right after another, with seeming ease. Felix bobbed and weaved and never stopped boring him. He knew that at long range he was at a disadvantage. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dreamed of knockout. ഇപ്പോൾ ആൻ്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു പിസ്റ്റൺ കണക്ക് ഇങ്ങനെ ജാബ്സ് അല്ലെങ്കിൽ ഫൈറ്റ് ബ്ലോസ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെലിക്സിനറിയാം ലോങ് റേഞ്ചിൽ ഫെലിക്സിന് അത്ര അഡ്വാൻറ്റേജ് ഇല്ല, കാരണം അവൻ ഷോർട്ടാണ്, അത്ര പൊക്കമില്ല, അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഇല്ല. പകരം ആൻ്റോണിയോയുടെ കുറച്ചുകൂടെ അടുത്തോട്ട് വന്നാൽ മാത്രമേ അവനെ സ്വപ്നം കണ്ടതുപോലെ നോക്കൗട്ട് ചെയ്യാൻ പറ്റൂ. Antonio knew the dynamite that was stored in his Amigo brother's fist. He ducked a short right and missed a left hook. Felix trapped him against the rope just long enough to power some punishing rights and lefts to Antonio's heart midsection. Antonio slipped away from Felix, crashing 2 lefts to his head, which set Felix's right ear ringing. അപ്പോൾ എന്താ ആൻ്റോണിയോയ്ക്ക് അറിയാം ഫെലിക്സിൻ്റെ ഫിസ്റ്റിൽ അവൻ്റെ അമീഗോ ബ്രദറിൻ്റെ കയ്യിലെ ശക്തി. അതുകൊണ്ട് തന്നെ കുറച്ച് ഫൈറ്റിംഗ് അല്ലെങ്കിൽ അവൻ്റെ പഞ്ചസ് എന്നൊക്കെ പതുക്കെ ആൻ്റോണിയോ ഒഴിഞ്ഞു മാറി. അവസാനം ഫെലിക്സ് ആൻ്റോണിയെ റിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ട് 2-3 ഇടികൾ കൊടുക്കുന്നുണ്ട്. അവസാനം ആൻ്റോണിയോ അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് ഫെലിക്സിന് 2 ലെഫ്റ്റ്സ് കൊടുത്തു. അവസാനം ഫെലിക്സിൻ്റെ റൈറ്റ് ഇയറിന്ന് ഞാൻ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നതായിട്ട് അവന് തോന്നി. Felix walked briskly back to his corner. Antonio gracefully danced his way towards his stool. അപ്പോൾ ഫെലിക്സ് പതുക്കെ അങ്ങനെ നടന്നു പോയി. ആൻ്റോണിയോ വളരെ സന്തോഷത്തിൽ അവൻ്റെ റിങ്ങിലോട്ട് അവൻ്റെ ആ കോർണറിലോട്ടും പോയി. ബാങ് ബോങ് ബോങ്. Round 2. Felix was off his stool and rushed into Antonio like a bull, sending a hard right to his head. Antonio's heart sent back a blurring barrage of lefts and right that only meant pain to Felix. Felix bobbed and weaved, occasionally punching his 2 gloves together. Antonio waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. അടുത്ത 2ാമത്തെ റൗണ്ടിൽ ഇതുപോലെ തന്നെ ആൻ്റോണിയോയുടെ അടുത്തേക്ക് ഒരു ബുള്ളിനെ കണക്ക് ഫെലിക്സ് ഓടി വന്നിട്ട് ആദ്യം തന്നെ ഒരു റൈറ്റ് അവൻ്റെ ഹെഡിൽ കൊടുക്കുകയാണ്. ആൻ്റോണിയോയ്ക്ക് ഹർട്ടായി. എന്നിട്ട് അവൻ പകരം ചെയ്തതെന്ന് വെച്ചാൽ
കുറച്ച് ലെഫ്റ്റും റൈറ്റും ഫെലിക്സിനെ ഹേർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തിരിച്ച് കൊടുക്കുകയാണ്. ഫെലിക്സ് കുറച്ച് കുറച്ച് മൂവ് ചെയ്ത് ഒഴിഞ്ഞൊക്കെ മാറി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആൻ്റോണിയോ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഫെലിക്സ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ഫെയിൻറ്റ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് ഒരു പഞ്ച് കൊടുക്കുകയാണ്. റൈറ്റ്സ് ടു ദ ബോഡി, ലെഫ്റ്റ്സ് ടു ദ ഹെഡ്. നെയ്തർ ഫൈറ്റർ വാസ് ഗിവിങ് ആൻ ഇഞ്ച്. Suddenly a short right caught Antonio squarely on the chin. His two legs turned to jelly and his arms flamed out desperately. Felix, grunting like a bull, threw wild punches from every direction. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly his head cleared. His left flashed out hard and straight, catching Felix on the bridge of his nose. അപ്പോൾ രണ്ട് ഫൈറ്റേഴ്സ് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഷോർട്ട് റൈറ്റ് ആൻ്റോണിയെ നല്ല രീതിയിൽ ആൻ്റോണിയുടെ ചിന്നിലിടിക്കുകയാണ്. അപ്പോൾ അവന് നല്ല പെയിനൊക്കെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഫെലിക്സ് ഒരു ബുള്ളിനെ കണക്ക് വൈൽഡ് പഞ്ചസാണ് ചെയ്യുക. അതായത് എങ്ങനെയും ആൻ്റോണിയോയെ നോക്കൗട്ട് ചെയ്യണമെന്ന രീതിയിലാണ് ഫെലിക്സ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ആൻ്റോണിയോ ഒട്ടുമിക്കത് ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം ആൻ്റോണിയോയുടെ ഹെഡ് ക്ലിയർ ആയപ്പോൾ ആൻ്റോണിയോ എന്ത് ചെയ്തു, ഒരു ലെഫ്റ്റ് നല്ല രീതിയിൽ നമ്മുടെ ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാദത്തിനിട്ട് ഇടിച്ച്. In a fog, Felix heard the roaring of the crowd, who seemed to have gone insane. His head cleared to hear the bell sound at the end of the round. His trainer sat him down on the stool. In his corner, Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. അപ്പോൾ ഈ സമയത്ത് ഫെലിക്സ് എന്താണ് കേൾക്കുന്നത്, ആ ബെല്ലിൻ്റെ റിങ് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫെലിക്സിൻ്റെ ട്രെയിനർ വന്നിട്ട് ആ സ്റ്റൂളിലിരുന്ന് കാര്യങ്ങളൊക്കെ ഫെലിക്സിനൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു. ആൻ്റോണി അപ്പുറത്തെ സൈഡിൽ നല്ല രീതിയിൽ ഹർട്ട് ചെയ്ത ഫൈറ്റർ ആ സമയത്ത് എന്താ ചെയ്യുക, ചുമ്മാ ഒന്നും പറ്റിയിട്ടില്ലെന്ന ഭാഗത്ത് ഇരുന്നിട്ട് എല്ലാവരും ചിരിച്ച് കാണിക്കും. അത് തന്നെ ആൻ്റോണി അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. ദ റഫറി സിഗ്നൽ ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. He did so and then gave his okay. The cold water sponges brought clarity to both Amigo brothers. They were rubbed until their circulation ran free. ഇപ്പോൾ റഫറി റിംഗ് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും ഓക്കെ ആണെന്ന് നോക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഓക്കെ ആണെന്ന് സിഗ്നൽ കാണിച്ചതിന് ശേഷം കോൾഡ് വാട്ടർ സ്പോഞ്ചസ് ഉപയോഗിച്ച് രണ്ടുപേരെയും ബ്ലഡ് സർക്കുലേഷന് കറക്റ്റാക്കി. Bong, round 3, the final round. Up to now, it had been tic-tac-toe, pretty much even, but everyone there could be no draw and that this round would decide the winner. ഇപ്പോൾ റൗണ്ട് 3 നടക്കുകയാണ്. ഇതാണ് ഫൈനൽ റൗണ്ട്. ഇതുവരെ പോരാട്ടം ഇഞ്ചോടിഞ്ചായിരുന്നു. എല്ലാവർക്കും അറിയാം ഒരു ഡ്രോ പറ്റത്തില്ല, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റത്തുള്ളൂ. This time to Felix's surprise, it was Antonio who came out first. Charging across the ring, Felix braced himself but couldn't ward off the barrage of punches. Felix tapped his gloves and commenced his attack anew. Antonio, throwing a boxer's caution to the wind, jumped in to meet him. Both pounded away. അപ്പോൾ ഇപ്രാവശ്യം ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തി ആൻ്റോണി തന്നെയാണ് ആദ്യം വന്നത്. നല്ല രീതിയിൽ ആൻ്റോണിയോ പഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നല്ല കോഷ്യസ് ആയിട്ടാണ് ഫെലിക്സ് നിൽക്കുന്നത്. നെയ്തർ ഗേവ് ആൻ ഇഞ്ച് ആൻഡ് നെയ്തർ ഫെൽ ടു ദ ക്യാൻവാസ്. ദേ ഫൗട്ട് ടോ ടു ടോ. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. The referee was stunned by the savagery. അപ്പോൾ രണ്ടുപേരും ഇഞ്ച് ഫൈറ്റ് ചെയ്യാണ്. ആരും ഒരു തരി പോലും വിട്ടു കൊടുക്കുന്നില്ല. അവസാനം റഫറി വരെ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഇവരുടെ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് കണ്ടിട്ട്. ബോങ് ബോങ് ബോങ്. ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഫെലിക്സ് ആൻഡ് ആൻ്റോണിയോ were past cheering. Their blows continued to pound on each like hailstones. Finally, the referee and the two trainers pried Felix and Antonio apart. Cold water was poured over them and bring them back to their senses. They looked around and then rushed toward each other. അപ്പോൾ ഫൈനൽ ബെല്ല് റിങ് ചെയ്തു. എന്നാലും ഫെലിക്സും ആൻ്റോണിയോയും ഫൈറ്റ് നടത്തിയിട്ടില്ല. അവർ വീണ്ടും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഹെയിൽ സ്റ്റോൺസ് കണക്കാണ്. ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആരിപ്പഴം വീഴുന്ന കാണാൻ ഒരു ഫൈറ്റ് ഭയങ്കര ഹെവി ആയിട്ടാണ് ഫൈറ്റ് നടക്കണം. ഈ സമയത്ത് അവസാനം അവരുടെ ട്രെയിനേഴ്സ് രണ്ടുപേരും വന്നാണ് അവരെ പിടിച്ചു മാറ്റുന്നത്. എന്നിട്ട് രണ്ടുപേരുടെയും ദേഹത്തേക്ക് കോൾഡ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവർ സെൻസിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് വീണ്ടും അവർ പരസ്പരം റഷ് ചെയ്യുകയാണ്. എ ക്രൈ ഓഫ് അലാം surged through Tompkins Park Square Park. Was this a fight to the death instead of a boxing match? അപ്പോൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത് ബോക്സിംഗ് മാച്ചിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിക്കുന്നവരുള്ളൊരു ഫൈറ്റായിട്ട് മാറുമെന്ന് അവർ അത്ഭുതപ്പെട്ടു. The fear soon gave way to wave upon
വേ ഓഫ് ചിയറിങ് ആസ് ദ ടു അമീഗോസ് എംബ്രേസ്ഡ്. എന്താ പക്ഷേ ഈ പേടി മാറി വളരെ ചിയർഫുൾ ആയിട്ടാണ് ഈ ക്രൗഡ്സ് പിന്നെ മാറിയത്. കാരണം ഈ രണ്ട് അമീഗോസും അല്ലെങ്കിൽ ഈ രണ്ട് ഫ്രണ്ട്സും വന്ന് എന്ത് ചെയ്യുക, എംബ്രേസ് ചെയ്യുകയാണ് ചെയ്തത്. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ ദേ നോ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. അപ്പോൾ അവർ എന്താണ് തീരുമാനിച്ചു, ആര് ജയിച്ചാലും എന്താ രണ്ടുപേർക്കും അവർ ചാമ്പ്യന്മാർ തന്നെ ആയിരിക്കും. ബോങ് ബോങ് ബോങ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ വിന്നർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലോവ്സ് ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ് ഈസ്. അപ്പോൾ അടുത്ത അനൗൺസ്മെൻ്റ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ ഗോൾഡൻ ഗ്ലോവ്സ് ടൂർണമെൻറ്റിലേക്ക് പോകാനുള്ള ചാമ്പ്യൻ ആരാന്ന് വെച്ചാൽ, ദ അനൗൺസർ ടേൺ ടു പോയിൻറ്റ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽഫ് അലോൺ. ആം ഇൻ ആം ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. അപ്പോൾ അനൗൺസർ അങ്ങോട്ട് നോക്കിയാണ് ആരെയാണ് വിന്നറെന്ന് പ്രഖ്യാപിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല, അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു. അപ്പോൾ പറയുകയാണ് ചാമ്പ്യൻസ് രണ്ടുപേരും റിങ് വേഴ്സ് പോയി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതായത് ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ആ വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.